ഹലോ ഗൈസ്, എല്ലാവർക്കും റെഡ് സ്റ്റാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ശിശുദിന ക്യൂസാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ശിശുദിനം ആഘോഷിക്കുന്ന ദിവസം നവംബർ 14. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം: ആരുടെ ജന്മദിനമാണ് ശിശുദിനമായി ആചരിക്കുന്നത്? ഉത്തരം: ജവഹർലാൽ നെഹ്റു. ആഗോള ശിശുദിനമായി ആചരിക്കുന്നത് എന്ന്? നവംബർ 20. ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ സ്നേഹത്തോടെ വിളിച്ചിരുന്ന പേര് ചാച്ചാജി. ജവഹർലാൽ നെഹ്റു ജനിച്ച വർഷം 1889 നവംബർ 14. ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളുടെ പേര് ഇന്ദിരാ ഗാന്ധി. ജവഹർലാൽ നെഹ്റുവിൻ്റെ മാതാപിതാക്കളുടെ പേര് മോത്തിലാൽ നെഹ്റു, സ്വരൂപ് റാണി. ജവഹർലാൽ നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടുമുട്ടിയതെന്ന്? എവിടെ? 1916 ലക്നൗ കോൺഗ്രസ് സമ്മേളനം. ജവഹർലാൽ നെഹ്റു പഞ്ചവത്സര പദ്ധതി അവതരിപ്പിച്ച വർഷം 1951. ജവഹർലാൽ നെഹ്റുവിൻ്റെ ചരമദിനം 1964 മെയ് 27. നെഹ്റു ഇന്ത്യയെ നയിച്ചിരുന്ന കാലത്ത് തുടങ്ങിയ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ: ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ഓൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ദ ഡിസ്കവറി ഓഫ് ഇന്ത്യയുടെ രചയിതാവ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്നം ബഹുമതി ലഭിച്ച വർഷം 1955. ആധുനിക ഭാരതത്തിൻ്റെ ശില്പി ജവഹർലാൽ നെഹ്റു. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന കൃതിയുടെ കർത്താവ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് പ്രസിഡന്റായ തെരഞ്ഞെടുക്കപ്പെട്ടത് 1929 കോൺഗ്രസ് സമ്മേളനത്തിൽ. സാമ്പത്തിക ആസൂത്രണം, ചേരിചേരാ നയം എന്നിവ ആരുടെ സംഭാവനകൾ? ജവഹർലാൽ നെഹ്റു. അലഹബാദിലെ നെഹ്റുവിൻ്റെ കുടുംബ വീട് ആനന്ദ് ഭവൻ. ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്? അമ്പാടി ഇക്കാവമ്മ. നെഹ്റു ആരംഭിച്ച പത്രം നാഷണൽ ഹെറാൾഡ്. നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനം ശാന്തിവനം.
നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത മദർ തെരേസ. ജവഹർലാൽ നെഹ്റു നിയമപരീക്ഷ ജയിച്ച് ബാരിസ്റ്ററായി ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം 1912. നെഹ്റു അധ്യക്ഷനായ ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് INCയുടെ അന്തിമ ലക്ഷ്യം ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന് പ്രഖ്യാപിച്ചത്? ലാഹോർ സമ്മേളനം. പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് ആ പേര് നൽകിയത്? ജവഹർലാൽ നെഹ്റു. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്? ജവഹർലാൽ നെഹ്റുവും ചൗ എൻ ലായിയും. നാണയത്തിൽ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് പ്രസിഡന്റായി? 8. കഴിഞ്ഞ വീഡിയോയിലെ എക്സ്ട്രാ ക്വസ്റ്റ്യന് ഉത്തരം നൽകിയത് ആർഷിൻ നവാസാണ്. ഞങ്ങളുടെ വീഡിയോ പുതുതായി കാണുന്നവർക്കായി എക്സ്ട്രാ ക്വസ്റ്റ്യൻ്റെ ഉത്തരവും നിങ്ങളുടെ പേരും കമൻ്റായി ഇടുക. ആദ്യത്തെ 5 പേരുടെ പേര് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇന്നത്തെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ: കേരള നിയമസഭയെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി?